രണ്ട് കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് മുന്നണി മുന്നോട്ടേക്ക് വെക്കുന്നത്. ഒന്ന്, വർഗീയതക്കെതിരായ അതിശക്തിയായ മുന്നേറ്റമാണ്. വർഗീയത എന്ന് പറയുന്നത് ഹിന്ദു വർഗീയതയാണ് അതിൻ്റെ ഏറ്റവും വലിയ അപകടകരമായ വർഗീയത. BJPയും RSSും തന്നെയാണ്. സനാതനധർമ്മം, RSസുകാർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സനാതനധർമ്മം. ആ കാലമാണോ നിന്റെ സനാതന ധർമ്മം? അടിമതുല്യമായി ജീവിച്ച കാലം, അതിനെപ്പറ്റിയാണ് ഇവന്റെ സമാനധർമ്മം. നിന്റെ ഒരു നോട്ടീസിനും ആ കടലാസിന്റെ വില പോലും കൽപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സില്ല എന്നാണ് ഈ പ്രത്യേകതയിൽ നിന്നുകൊണ്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഭയപ്പെടുത്താനൊന്നും നോക്കണ്ട. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി കളയാമെന്നതൊന്നും ഏത് ഏജൻസി വന്നാലും ആ ഏജൻസിക്ക് അത് സാധിക്കില്ല എന്ന കാര്യം എത്രയോ പ്രാവശ്യം തെളിഞ്ഞതാണ്. ഇപ്പോഴും അത് തന്നെയാണ് മറുപടി. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് രണ്ട് കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് മുന്നണി മുന്നോട്ടേക്ക് വെക്കുന്നത്. ഒന്ന്, വർഗീയതക്കെതിരായ അതിശക്തിയായ മുന്നേറ്റമാണ്. വർഗീയത എന്ന് പറയുന്നത് ഹിന്ദു വർഗീയതയാണ് അതിൻ്റെ ഏറ്റവും വലിയ അപകടകരമായ വർഗീയത. BJPയും RSSും തന്നെയാണ്. ചാതുർവർണ്ണ്യ വ്യവസ്ഥ വേണമെന്നാണ് ഇപ്പോഴും വാദിക്കുന്നത്. ചാതുർവർണ്ണ്യ വ്യവസ്ഥ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് BJP MPമാരും മന്ത്രിമാരും പ്രധാനമന്ത്രി ഉൾപ്പെടെ പറഞ്ഞു നമ്മുടെ ഭരണഘടന മാറ്റണം, എന്നിട്ട് പുതിയ ഭരണഘടന വേണം, അതിന് 430 സീറ്റ് ജയിക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് രാമക്ഷേത്ര ഉദ്ഘാടനം ചെയ്ത് പ്രചരണം നടത്തിയത്. വർഗീയവൽക്കരണത്തിന്റെ പ്രചാരവേല എല്ലാം കഴിഞ്ഞു നോക്കിയപ്പോൾ 240 സീറ്റാ കിട്ടിയേ. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. കൂട്ടുകക്ഷി മന്ത്രിസഭയാണ് ഇപ്പൊ നിലവിലുള്ളത്. അപ്പോൾ വീമ്പിളക്കി പറഞ്ഞത് ഈ ഭരണഘടന മാറ്റാൻ, പൂർണ്ണമായിട്ട് മാറ്റാൻ 2025 ആവുമ്പോഴേക്ക് RSSന്റെ 100ാം വാർഷിക ദിനാചരണത്തിന് ഈ ഇന്ത്യ ഒരു ഹിന്ദുത്വ രാജ്യം എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് സാധിക്കത്തക്ക രീതിയിൽ ചാതുർവർണ്ണ്യ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ മനു സിദ്ധാന്തത്തിന്റെ ഭാഗമായി ഒരു പദവും കൂടി ഇടക്കിടക്ക് ഇങ്ങനെ പറയലുണ്ട് RSസുകാർ. അതെന്താ അറിയോ ആ പദം? എന്താ? സനാതനധർമ്മം. RSസുകാർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സനാതനധർമ്മം. എങ്ങനെ? ചാതുർവർണ്ണ്യ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ മനു സിദ്ധാന്തത്തിന്റെ ഭാഗമായി നമുക്കൊരു പുതിയ ഭരണഘടന ഉണ്ടാക്കണം എന്നാണ് ഈ RSസുകാരും BJPക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിതിനെ എപ്പോഴും പറയുന്നത് ഒരു അശ്ലീലാണെന്നാണ്. അശ്ലീലം ഈ പറയുന്നത്. ചാതുർവർണ്ണത്തെ പറ്റി നിങ്ങൾ ആദ്യം ആലോചിക്കുക. ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്, 4. ഇതാണ് ചാതുർവർണ്ണ്യം. ഇതേതാണ്ട് കേരളത്തിലും ഇന്ത്യയിലൊക്കെ പരിശോധിച്ച് നോക്കിയാൽ 15% വരുള്ളൂ. ഹിന്ദു ജനങ്ങളിൽ 15%. ബാക്കി ആരാ? ബാക്കിയുള്ളവർക്കൊരു പേരുണ്ട്. ആർക്കാ പറയാനറിയാം? പറ ആദ്യം പറ. സവർണർ. സവർണർ കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുണ്ട്. എന്നാ ആ പറഞ്ഞില്ലേ പിന്നെ പ്രസംഗിക്കുന്ന പ്രശ്നമില്ല. വെറുതെ എന്താ എനിക്ക് ഭ്രാന്തുണ്ടാ പ്രസംഗിക്കാൻ? പഞ്ചമറൊന്നുമല്ല, പഞ്ചവര് അതിനുണ്ടായത്താ, ചണ്ടാളരുമല്ല. വളരെ സവർണർ. ഞാൻ അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലാതവർ, അവർണർ. അതാ കാര്യം. അതാണ് മഹാഭൂരിപക്ഷം. അവർണർ. തൊട്ടുകൂടായ്മ അനുഭവിച്ചവർ, തീണ്ടിക്കൂടായ്മ, നിഴലുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കൂടാ, അതിന്റെ നിയമം പ്രഖ്യാപിക്കുന്ന പുസ്തകത്തിന്റെ പേരാണ് എന്ത്? ഏതാ പുസ്തകം? മനുസ്മൃതി. മനുസ്മൃതി. ഇതെല്ലാം മനസ്സിലാക്കണം. വെറുതെ വന്ന് ഇരുന്നാൽ ശരിയാവില്ല. മനുസ്മൃതി. ആ മനുസ്മൃതി അടിസ്ഥാനപ്പെടുത്തിയുള്ള ചാതുർവർണ്ണ്യം വേണമെന്നാണ്. ബ്രാഹ്മണര് വളരെ കുറവ്, ക്ഷത്രിയര് അതിനേക്കാളും കുറവ്. പിന്നെ വൈശ്യര് കേരളത്തിൽ തീരെയില്ല. പിന്നെയുള്ളത് ശൂദ്രരാണ്. ആരാ ശൂദ്രര്? കേട്ടിട്ടുണ്ടോ? ആരാ ശൂദ്രര്? പട്ടികജാതി പട്ടികവർഗക്കാര്, പിന്നോക്കക്കാര്, തൊട്ടുകൂടായ്മ അനുഭവിച്ചവര്, തീയന്മാര്, അതുപോലെ തന്നെ ചാര്യന്മാർ, ഇവരെല്ലാം എന്താ വിടുക? അവരെല്ലാം ആരാ? പറ നോക്കട്ടെ, ശരിയാവും നോക്കട്ടെ. ആരാ? അവരാണ് ശൂദ്രര് എന്നാണ് അല്ലേ? അല്ല,
അവരൊന്നും ശൂദ്രരേ അല്ല, അവരല്ല അവർണരാണ്. വർണ്ണമില്ലല്ലോ, പിന്നെ എങ്ങനെയാ ശൂദ്രരാകുക? 4 എണ്ണത്തിന് വർണ്ണമില്ലേ? വർണ്ണമുള്ളവരാരൊക്കെയാ? ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും. ഇപ്പൊ വർണ്ണമുള്ളതാണ്. വർണ്ണം ഇല്ലാത്തതാണ് അവർണർ, തൊട്ടുകൂടായ്മ അനുഭവിച്ചവരുൾപ്പെടെ. അവരാണ് അവർണർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഈ പറഞ്ഞ ജാതിയൊന്നും ആരല്ല? എന്തല്ല? ശൂദ്രരല്ല. നമ്മുടെ നാട്ടിലെ നായര് നമ്പ്യാരൊക്കെയാണ് ഈ ശൂദ്രര് കേട്ടോ. അത് വളരെ കുറച്ചല്ല. ഞാനല്ലോ അതാ കുറേയും കൂടി ഉള്ളത്. മറ്റത് അത്രയും ഇല്ല. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും. ഈ ഒരു വ്യവസ്ഥ വേണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വേണം. ഓരോ ജാതി ശ്രേണിയുടെ ഭാഗമായി ഓരോരുത്തരും നിൽക്കേണ്ടുന്ന സ്ഥലം ഏതാണ് എന്ന് മനുസ്മൃതിയുടെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എത്ര ദൂരം നിൽക്കണം ഓരോരുത്തർ, ഓരോ ജാതിക്കാരൻ, അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എന്നിട്ട് ഇവൻ പ്രസംഗിക്കുകയാണ് എന്ത്? നേരത്തെ പറഞ്ഞല്ലോ ഒരു പദം, എന്താ? സനാതനധർമ്മം. ഏത് കാലം? അടിമതുല്യമായി ജീവിച്ച തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ. ചെറുമക്കളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ചിറ ഉറക്കാതിരിക്കുമ്പോൾ ഉറക്കാതെ ചിറയിലേക്ക് ഈ മനുഷ്യനെ, പച്ച മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അതിൻ്റെ അകത്ത് ചേർത്ത് അവന്റെ മജ്ജയും അവന്റെ മാംസവും അവന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉൾച്ചേർത്ത് ഒപ്പം ചേർത്ത് ചിറകെട്ടിയ കാലം. ജന്മിമാര്, ഭൂപ്രഭുക്കന്മാര്. ആ കാലമാണോ നിന്റെ സനാതന ധർമ്മം? അടിമതുല്യമായി ജീവിച്ച കാലം. അതിനെപ്പറ്റിയാണ് ഇവന്റെ സമാനധർമ്മം.